IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. എൻ്റെ മോള് 10ാം ക്ലാസ് വരെ ഞങ്ങൾ തന്നെ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ പിതാവാണെന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഇപ്പോഴും അതെ അദ്ദേഹത്തോട് ഇന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് മുതൽ പഠിച്ചതുകൊണ്ട് മാർക്കെല്ലാം അവൾ ടോപ്പാണ്. എനിക്ക് കിട്ടുന്ന ഈ മാർക്കിൽ എനിക്കൊരു സംശയമുണ്ട്. അച്ചാച്ചനെ പേടിച്ചിട്ട് ഈ ടീച്ചേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ പോയി 2 വർഷം പഠിക്കട്ടെ. എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊന്നറിയാമല്ലോ കൃത്യമായിട്ട്. ശരി, ഫാദർ സമ്മതിച്ചു. അങ്ങനെ അവൾ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ IB ആണ് സിലബസ്, ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ്. അവിടെ പോയി പഠിച്ചു. അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ് അവൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി അവളോട് പറഞ്ഞു, നിൻ്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നീ തിരിച്ചു പോയിക്കോളൂ, നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. IB സിലബസ് എന്താണെന്ന് സാറിനറിയാം. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക. ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത്? ഇവന്മാരല്ലേ നിങ്ങളെ നല്ല ഗതിയിൽ എത്തിക്കാൻ പോകുന്നത്? അതുകൊണ്ട് കാര്യം പിടികിട്ടിയല്ലോ. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കണോ? പിന്നെ അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി. അവൾക്ക് അവളുടെ മികവ് വെച്ചിട്ട് ആ 1 വർഷം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. അവൾക്കൊരു വർഷം നഷ്ടപ്പെട്ടില്ല. അതാണ് വ്യത്യാസം. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റം. ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും, സമൂഹത്തിൻ്റെ മനോഭാവം മാറും, തൊഴിലെടുക്കുന്നത് മാന്യമാണെന്നുള്ള ചിന്തയും ഉണ്ടാവും. ഓക്കെ. സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ എന്തും തുറന്നടിച്ച് പറയുക എന്നുള്ളത്. എന്തായാലും സാബു സാർ അത് അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊണ്ടു വേണ്ട മാറ്റങ്ങൾ വരുത്തും. അതേ ചോദ്യത്തിന് ഒരു പക്ഷേങ്കിൽ സാബു സാറിന് എന്തെങ്കിലും പറയാനുണ്ട്? ആ ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുമോ? ചോദ്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. സ്കില്ലിങ്ങിനെ പറ്റി ചോദിച്ചു. സ്കില്ലിങ്, അതായത് ഞാൻ 2-3 എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒന്ന്, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ കാനഡയിലൊരു വിസിറ്റിംഗ് ഫെലോ ആയിട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ ബാച്ചിലർ ഓഫ് സയൻസിന്, കാനഡയിലൊക്കെ 4 വർഷമാണ് ബാച്ചിലർ ഓഫ് സയൻസ്. ബാച്ചിലർ ഓഫ് സയൻസിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ കൂടെ പ്രോജക്റ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ കനേഡിയൻ വിദ്യാർത്ഥിനികൾ അവരുടെ BSc കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമതൊരു പ്രോജക്റ്റ് ചെയ്യണം. മെഷീൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്കിൽ അവർക്ക് വേണം. എൻ്റെ കൂടെ റിച്ചാർഡ് പസൂർ എന്ന് പറഞ്ഞൊരു പയ്യൻ 1 വർഷം വർക്ക് ചെയ്തു. എല്ലാ മെഷീൻസും അദ്ദേഹം ഉപയോഗിക്കാൻ പഠിച്ചു. സ്പെക്ട്രോസ്കോപ്പി 3 അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചു. മെക്കാനിക്കൽ ടെസ്റ്റിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള മെഷീൻസിൻ്റെ എല്ലാം സ്കിൽ അദ്ദേഹം 1 വർഷത്തിനകം നേടിയെടുത്തു. ആൻഡ് ഇവഞ്ച്വലി ഹി പബ്ലിഷ് എൻ എക്സലൻറ്റ് പേപ്പർ വിത്ത് മീ. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത്, BTech വിദ്യാർത്ഥികൾക്കും BSc വിദ്യാർത്ഥികൾക്കും ഒക്കെ, ബാച്ചിലേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാസ്റ്റേഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കമ്പിറ്റൻസി സ്കില്ല് വളരെ കുറവാണ്. ഞാൻ IIT മദ്രാസിൽ പോയി. IIT മദ്രാസിൽ എന്നെ വളരെ ആകർഷിച്ചത്, നിങ്ങൾ ഇന്നേക്ക് IIT മദ്രാസിൻ്റെ ക്യാമ്പസിൽ പോകണം. അവിടെ ഇന്നൊവേഷൻ സെൻ്ററുണ്ട്. നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എപ്പം നിങ്ങൾ ഫ്രീ ആവോ, ഇന്നൊവേഷൻ സെൻറ്റർ ഈസ് ഓൾവേസ് ഓപ്പൺ. 24 hours ഇന്നൊവേഷൻ സെൻറ്റർ ഓപ്പണാണ്. ധാരാളം മെഷീൻസ് അവിടെയുണ്ട്. മെക്കാനിക്കൽ മെഷീൻസ്, ഇലക്ട്രോണിക് മെഷീൻസ്, ബയോമെഡിക്കൽ മെഷീൻസ്. ഇവിടെയെല്ലാം പോയി കുട്ടികൾക്ക് വർക്ക് ചെയ്യാം. സപ്പോസ് യു ആർ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. സപ്പോസ് ദ കാൻഡിഡേറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഇൻ കെമിസ്ട്രി എക്സ്പീരിയൻസ് അവിടെ പോയി ചെയ്യാം. ഒരു കെമിസ്ട്രി ഗ്രാജുവേറ്റിന് മെക്കാനിക്കൽ താല്പര്യമുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എല്ലാം അവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ധാരാളം സ്കില്ലിങ്ങിനുള്ള പോസിബിലിറ്റി IIT മദ്രാസ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കോളേജുകളൊക്കെ കുട്ടികൾക്ക് അഡീഷണൽ സ്കില്ലിംഗ് പ്രോഗ്രാം വളരെ സ്ട്രോങ് ആയിട്ട് വേണം. അവരെ ഇൻറ്റേൺഷിപ്പിന് വിടുക. ഞാൻ വേറൊരു എക്സാമ്പിളോട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫുൾ ബ്രൈറ്റ് ഫെലോ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ഏതാണ്ട് 20 സർവകലാശാല നടന്ന് കണ്ടു. ഫുൾ ബ്രൈറ്റ് കമ്മീഷൻ ടുക്ക് മീ ടു 20 യൂണിവേഴ്സിറ്റീസ്. ഫിലഡൽഫിയയിലെ
ഒരു പ്രസിദ്ധമായ സർവകലാശാലയെ കൊണ്ടുപോയി. എൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. അവിടുത്തെ എൻജിനീയറിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 5 വർഷം. ഈ അവസാനത്തെ ബാക്കിയുള്ള സർവകലാശാലകളിലൊക്കെ 4 വർഷം എൻജിനീയറിംഗ്. ഈ അവസാനത്തെ 1 വർഷം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളെ കമ്പനികളിലേക്ക് വിടും. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നു, ആ യൂണിവേഴ്സിറ്റി പേര് ഡ്രക്സൽ. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കൊടുത്തു നോക്കിയാൽ ഡ്രക്സൽ യൂണിവേഴ്സിറ്റി, ഫിലഡൽഫിയ. അപ്പോൾ ഡ്രക്സലിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എല്ലാം ജോബ് ഗ്യാരണ്ടീഡാണ്. കാര്യം ഈ അവസാനത്തെ 1 വർഷം അവർ സ്കില്ലിങ്ങിന് വേണ്ടി ഇൻഡസ്ട്രി വിടുക. 1 വർഷം, 5 വർഷം. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പറയുന്നത് സ്കില്ലിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റായ കമ്പോണൻ്റ് ആയിരിക്കണം. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയല്ല, പല പല വിഷയങ്ങളിൽ കുട്ടികൾക്ക് സ്കില്ലിങ്ങിൻ്റെ പോസിബിലിറ്റി കൊടുക്കണം. ഞാൻ പറയുന്നത് ഗ്രിഗോറി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യാപകർ IIT മദ്രാസിലെ ഇന്നൊവേഷൻ സെൻറ്റർ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞത് അതുപോലൊരു ഇന്നൊവേഷൻ സെൻറ്റർ ഈ കോളേജിൽ തുടങ്ങണം. കുട്ടികൾക്ക് പല മേഖലകളിൽ നമ്മൾ സ്കില്ലിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എൻ്റർപ്രന്യൂറിയൽ സ്കില്ലും ധാരാളം സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാനുള്ള സ്കില്ലും ഒക്കെ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ആൻസർ സ്കില്ലിങ്ങിനെ പറ്റി. എൻ്റെ പേര് ലാൽ. സന്തോഷ് സാറിനോടാണ് എൻ്റെ ചോദ്യം. സാറിൻ്റെ സ്പീച്ചുകളിലെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു ആശയം പറയാറുണ്ടല്ലോ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള യാത്രയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന് പറയാമോ? അതിനൊന്ന് ആഡ് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു അനുഭവം പറഞ്ഞതായിരിക്കാം ഇതിൻ്റെ ബേസ്. 2 വിദ്യാർത്ഥികൾ പഠനം നിർത്തി മീൻ കച്ചവടം ചെയ്ത് നിർത്തിയില്ല. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലേ? അതിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം ഒരു 2 നില കെട്ടിടത്തിന് മുകളിലായിരിക്കുന്നതെങ്കിൽ അവിടെ കയറാനുള്ള ഗോവണി മാത്രമാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വപ്നത്തെ എത്തിപ്പിടിക്കാനുള്ള ഉപകരണമാണ് വിദ്യാഭ്യാസം. അതിൽ ഏത് വിദ്യാഭ്യാസമാണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഗോവണിയുണ്ട്, പക്ഷേ എവിടേക്കാണ് കയറേണ്ടതെന്ന് അറിയത്തില്ലാത്ത സ്ഥിതിയിലാണ് പലപ്പോഴും ഈ സ്വപ്നമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഗോവണിയുമായിട്ട് നടക്കുകയാണ്. എവിടെ കയറണം? വേണ്ടാത്തടത്തൊക്കെ ചെന്ന് കയറുക. ഇപ്പോൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് കയറാൻ യഥാർത്ഥ സ്ഥലത്ത് ഗോവണി ചാര്. അതാണ് ഗോവണിയാണ് വിദ്യാഭ്യാസം തിരിച്ചറിയുക. ഈ ഗോവണിയും തലച്ചോന്ന് നടക്കുന്നവരെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്താറില്ല. അവൻ അന്തം വിട്ട് നടക്കുകയാണ് പല വഴിക്ക്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് നമ്മൾ ഏത് കാര്യത്തെയാണോ ഏറ്റവും സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ഏത് സമയവും നിരന്തരം നമ്മൾ ചെയ്താൽ, ഇപ്പോൾ സാബു സാറിൻ്റെ ഡോക്ടറുടെയൊക്കെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഗവേഷണ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ പ്രവർത്തിക്കുമ്പോൾ മടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല അല്ലേ? ഒരു ദിവസം ഉറങ്ങാൻ വാച്ചേ നോക്കിയിട്ടായിരിക്കും 1 മണിയായാലും ഉറങ്ങിയേക്കാം എന്ന് തോന്നുന്നത്. വായന, പഠനം, ഗവേഷണം, അത് അവരുടെ സ്വപ്ന മേഖലയായതുകൊണ്ട് അവരത് ആസ്വദിക്കുന്നത്. ഞാൻ സഫാരി എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തുന്നപ്പോൾ ഓരോ ദിവസവും ഞാൻ വീട്ടിൽ പോകുന്നത് സാധാരണഗതിയിൽ സതീഷ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പോലും ഞാൻ വീട്ടിൽ പോയത് 2:30 മണിക്ക് 3 മണിക്ക് മറ്റുമാണ്. ഇന്ന് ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ ചെന്നാൽ എൻ്റെ ഓഫീസിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു 6 മണി 7 മണിയാവും എൻ്റെ ലേബർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ തീരാൻ. അത് കഴിഞ്ഞ് 7:30-ക്കോ 8 മണിക്കോ ആണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറുക. സഫാരിക്ക് വേണ്ടി, സഞ്ചാരത്തിന് വേണ്ടിയുള്ള സമയം പിന്നെയാണ് തുടങ്ങുന്നത്. എൻ്റെ മറ്റ് ബിസിനസ്സിനൊന്നും ഇത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവിടുന്ന് തുടങ്ങിയാൽ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ മാനദണ്ഡം എന്നറിയാമോ? ഇന്ന് ഒരു പെശകും കുഴപ്പവുമില്ലാതെ സഫാരിയിലെ എല്ലാ പരിപാടിയും ഏറ്റവും ഞാൻ മനസ്സിലുദ്ദേശിച്ച ക്വാളിറ്റിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതെല്ലാം ക്ലിയറാക്കി അതിൻ്റെ പേപ്പറുകളെല്ലാം ഒപ്പിട്ട് കൊടുത്ത് വെച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആൾ ഞാനാണ്. പിന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്? ഈ കഴിഞ്ഞ 27 വർഷമായി ഞാൻ സഞ്ചാരം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് തുടരുന്നതിൻ്റെ കാര്യം എൻ്റെ പാഷൻ അതാണ്. ഞാൻ അതിനെ സ്നേഹിക്കുന്നു. അതിൻ്റെ പേരിലാണ് എനിക്ക് ഈ ലോകത്തും സമൂഹത്തും കിട്ടുന്ന സ്നേഹവും ആദരവും എല്ലാം കിട്ടുന്നതെന്ന് എനിക്കറിയാം. അത് ഞാൻ എത്ര ചെയ്താലും മടുക്കാത്ത തൊഴിലാണ്. ഇതിനു പകരം എന്നെ മറ്റൊരു മേഖലയിൽ എൻ്റെ മാതാപിതാക്കളെല്ലാം കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പണിക്ക് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാനൊരു 8:30 ആകുമ്പോൾ എങ്ങനെ ഇവിടുന്ന് ചാടാൻ നോക്കും, അല്ലെങ്കിൽ 5 മണി കഴിയുമ്പോൾ എങ്ങനെ ഓഫീസിൽ നിന്ന് ചാടാൻ നോക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഇവിടെ ഒരു മനുഷ്യൻ എക്സൽ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടണമെങ്കിൽ, നിങ്ങളെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ മേഖലയിലെ ഏറ്റവും മിടുക്കനായ ഒരു പ്രതിഭയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ഒരാൾക്കും അവൻ ഇഷ്ടപ്പെടാത്ത, പാഷനേറ്റ് അല്ലാത്ത മേഖലയിൽ പ്രതിഭയാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ചെയ്യിച്ചോണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പുറകെ പോകണം. സ്വപ്നങ്ങൾ പുറകെ പോകുന്ന പഠനം നിർത്തിയിട്ട് പോകാനല്ല പറയുന്നത്.
നിങ്ങളുടെ സ്വപ്നം ആർജിക്കാൻ, നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാനുള്ള പഠനം എന്തെന്ന് ആദ്യം കണ്ടെത്തണം. എന്ത് പഠിച്ചാലാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്താൻ പറ്റുക എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ പഠനം ഉപേക്ഷിച്ചിട്ട് പോകണമെന്നോ മറ്റു കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നോ അല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ.